സഭ തുടങ്ങുന്ന ദിവസമാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ കാര്യം മാങ്കൂട്ടം എത്തുമോ എന്നതാണ്. ആകാംക്ഷയുടെ വിലങ്ങ് പൊട്ടിച്ച് രാഹുൽ സഭയിൽ എത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് രാഹുൽ നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. നിയമസഭയിലേക്ക് പോകുമെന്ന് ചില കോൺഗ്രസ് നേതാക്കളെ രാഹുൽ അറിയിച്ചിരുന്നു. അർദ്ധരാത്രി കൂടി തിരുവനന്തപുരത്തെത്തിയ രാഹുൽ ഇന്ന് രാവിലെ സഭയിലേക്ക് കയറുകയായിരുന്നു. രാഹുലിനോട് സഭയിൽ പോകരുത് എന്നാവശ്യപ്പെടണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിന് എത്തിയാൽ പ്രത്യേക ബ്ലോക്കിൽ ഇരുത്തുമെന്ന് സ്പീക്കർ എൻ ഷംസീറും നേരത്തെ അറിയിച്ചതാണ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തതായിട്ടും പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്നും മാറ്റിയിരുത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ കത്ത് കിട്ടിയ സാഹചര്യത്തിലാണ് തീരുമാനമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. രാഹുലിന്റെ അവധി അപേക്ഷ ലഭിച്ചിട്ടില്ല എന്നും സ്പീക്കർ പറഞ്ഞതാണ്. എല്ലാ കാര്യങ്ങളെയും തകർത്തുകൊണ്ടാണ് രാഹുൽ ഇപ്പോൾ സഭയിലേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചരമോപചാര പ്രസംഗം നടക്കുന്ന വേളയിലാണ് രാഹുൽ സഭയിലെത്തിയത്. സ്വന്തം കാറിലായിരുന്നില്ല, സുഹൃത്തിന്റെ കാറിലായിരുന്നു സഭയിലേക്ക് എത്തിയത്. പ്രതിപക്ഷ ബ്ലോക്കിന്റെ അവസാന കസേരയുടെ തൊട്ടടുത്തായിരിക്കും ഇനി രാഹുലിന് കസേര നൽകുക. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിലാണ് ഇന്ന് തുടക്കമാകുന്നത്. ഒക്ടോബർ 10 വരെയാണ് സഭ ചേരുക. 3 ഘട്ടങ്ങളിലായിട്ടാണ് സമ്മേളനം. ഇന്ന് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ, വാഴൂർ സോമൻ MLA എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് സഭ പിരിയും. കഴിഞ്ഞ ദിവസം തന്നെ മൗനം വെടിഞ്ഞ് രാഹുൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെത്തിയിരുന്നു. മിഷൻ 2026 എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു മൗനം വെടിഞ്ഞ് രാഹുൽ എത്തിയത്. ഒരു മുഴുനീളൻ സന്ദേശമായിരുന്നു അയച്ചത്. അതിൽ എല്ലാ കോൺഗ്രസ് നേതാക്കളെയും പറ്റിയും കൂടാതെ മാധ്യമങ്ങളെ പഴിച്ചുമാണ് രാഹുൽ എത്തിയത്. കോൺഗ്രസിന്റെ യുവനിരയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടത് ചിലരുടെ ആവശ്യമാണെന്നും താൻ ഒരു കണ്ണി മാത്രമാണെന്നുമാണ് രാഹുൽ അടിവരയിട്ടത്. മാധ്യമങ്ങളുടെ ലക്ഷ്യം താൻ മാത്രമല്ല, അടിസ്ഥാനമില്ലാതെ ഷാഫി പറമ്പിൽ, പി ടി ബൽറാം, ടി സിദ്ദിഖ, പി കെ ഫിറോസ്, ജെ പി മേത്തൻ എന്നിവർക്കെതിരെ ആക്രമണം നടത്തുന്നു എന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകിയതാണ്. മുതിർന്ന നേതാക്കൾ തമ്മിൽ തല്ലുണ്ടാക്കണമെന്നതും മാധ്യമങ്ങൾ ആവശ്യമാണെന്നും നേതാക്കൾ തൊട്ട് പ്രവർത്തകർ വളരെ ദുർബലപ്പെട്ടാൽ ദുർബലമാകുന്ന കോൺഗ്രസ് ആണെന്നും രാഹുൽ വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറഞ്ഞു. കെ.സി.എം സണ്ണി സാറും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തൊട്ട് നമ്മുടെ യുവനിരയും സൈബർ പോരാളികളും ദുർബലപ്പെടേണ്ടത്, തമ്മിൽ തല്ലുണ്ടാക്കേണ്ടതും അവരുടെ ആവശ്യമാണ്. മാധ്യമങ്ങൾ നടത്തുന്ന ഈ ആക്രമണം ചില പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ് എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ഒരു വിഭാഗം എത്തിയിരുന്നു. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്നായിരുന്നു അവരുടെ ആവശ്യം. അനുകൂലിക്കുന്ന സൈബർ പ്രൊഫൈലുകൾ രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് വാരിയേഴ്സ്, കോൺഗ്രസ് ബറ്റാലിയൻ, യുവ തുർക്കി എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്ന കോൺഗ്രസിന്റെ സൈബർ പേജുകളായിരുന്നു രാഹുലിനെതിരെ രൂക്ഷ വിമർശനമായിട്ട് എത്തിയത്. ശബ്ദ സന്ദേശങ്ങൾ വ്യാജമാണെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ മറുപടി പറയണമെന്നും ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. പ്രതിപക്ഷ സമരങ്ങൾ ദുർബലപ്പെടുത്തരുതെന്നും വ്യക്തിപരമായ കളങ്കം പാർട്ടിക്ക് ബാധ്യതയാകരുതും എന്നും ഒരു ഭാഗം വ്യക്തമാക്കിയതാണ്. ചർച്ചകൾക്ക് ചൂടുപിടിക്കുമ്പോൾ രാഹുൽ സഭയിൽ എത്തിയിരിക്കുകയാണ്. രാഹുൽ ആ സഭയിലെത്തുന്ന ആ വീഡിയോ ദൃശ്യങ്ങളിലേക്കും കൂടി പോകാം. Thank you.